Good morning and welcome, my dear students. So let's start our today's class. In the last class, we have studied about animal cell and different parts of animal cell or different organelles that present in an animal cell. Am I right? And we had left one activity in the previous class. അതെന്തായിരുന്നു? ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. That activity is this. എന്താണ്? In your textbook page number 12 it is given. Draw the following figures in your science diary and label the parts. ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. And the pictures of two cells are given there. One of that white blood cell and the another picture is of cheek cell. രണ്ടെണ്ണത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ നന്നായിട്ട് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ പാർട്ടുകൾ അടയാളപ്പെടുത്തുക. ഒരു ആനിമൽ സെല്ലിൻ്റെ പാർട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് വി ഹാവ് സീൻ ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. വിച്ച് ആർ ദേ? ദാറ്റ് ഇൻക്ലൂഡ്സ് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ ആൻഡ് വാക്യൂൾസ്. ഇല്ലേ, ഇത്രയും പാർട്ടുകൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ ആ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലേബൽ ദോസ് പാർട്ട് ഇൻ ദീസ് പിക്ചേഴ്സ്. ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? We have identified that an animal body is made up of cells. അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ പ്ലാന്റ് ബോഡി? ജന്തുക്കളുടെ ശരീരം കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സസ്യങ്ങളുടെ ശരീരം അല്ലെങ്കിൽ സസ്യങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഇപ്പോൾ സസ്യങ്ങളിൽ വല്ല കോശങ്ങളുണ്ടോ? ഇത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പരീക്ഷണം ചെയ്യാം. പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഒബ്സർവിങ് ദ സെൽസ് ഓഫ് ആൻ ഓണിയൻ പീൽ ത്രൂ എ മൈക്രോസ്കോപ്പ്. ഇതിന് വേണ്ടത് ഇത്രയാണ്. നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എന്ത്? സ്ലൈഡ് തയ്യാറാക്കുന്ന വിധം. മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് സ്ലൈഡ്. റിമൂവ് ദ ഡ്രൈ ഔട്ടർ ലെയേഴ്സ് ഓഫ് ഒണിയൻ, ദെൻ പീൽ ഓഫ് ദ ഒണിയൻ ലെയർ ഫ്രം ദ ഫ്ലഷി പാർട്ട്. കീപ് ദിസ് ഇൻ വാട്ടർ ഇൻ എ വാച്ച് ഗ്ലാസ്. ആഫ്റ്റർ സ്റ്റെയിനിങ് ഇറ്റ് പ്ലേസ് എ സ്മോൾ പോർഷൻ ഓൺ എ സ്ലൈഡ് ബൈ യൂസിങ് എ ബ്രഷ്. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത്രയാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഉള്ളിയുടെ പുറന്തൊലി കളഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഇതിലെടുക്കുന്ന കാണാണ്ടല്ലോ, ഒരു ചെറിയ സ്കിൻ പാർട്ട് നമ്മൾ എടുക്കുക. അത് വാച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ടുള്ള കുറച്ച് വെള്ളത്തിലേക്ക് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളത് സ്റ്റെയിൻ ചെയ്യാം. അപ്പം നമ്മൾ ഇതുണ്ടല്ലോ എന്ത്, ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ഓഫ് എ ചീക്ക് സെൽ വി ഹാവ് യൂസ്ഡ് ദ സ്റ്റെയിൻ methylene blue, which is blue in color, but in this experiment we used the stain safranin. എന്താണ്? സഫ്രാനിൻ. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. അപ്പോൾ ഒണിയൻ സെൽ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സഫ്രാനിൻ സ്റ്റെയിൻ ആണ്. ഇപ്പോൾ കണ്ടോ, അത് സ്ലൈഡിൽ വെച്ചു. അതിലിപ്പോൾ ഒണിയൻ്റെ ആ ചെറിയ സ്കിന്നുണ്ട്. കവർ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തു. നൗ ദ സ്ലൈഡ് ഇസ് റെഡി ആൻഡ് വി വാണ്ട് ടു ഒബ്സർവ് ദിസ് സ്ലൈഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റും, ഒണിയൻ സെൽസ് കാണാൻ പറ്റും. മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ നോബ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ കാണാം. ഇതാണ് എന്ത്? ദ സെൽസ് ഇൻ എ ഒണിയൻ പീൽ. ഒരു ഉള്ളിത്തൊലിയിലെ കോശങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈസ് സെയിം ദാറ്റ് ഓഫ് സെൽ ഇൻ എ ചീക്ക് സെൽ. ഇത് ചീക്ക് സെല്ല് പോലെയാണോ നമ്മൾ ഈ കാണുന്നത്? ഒണിയൻ സെൽസ് ആണോ? അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇനി നിങ്ങൾ നോട്ട് ബുക്കിലൊന്ന് വൃത്തിയായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചിത്രം. അപ്പം നിങ്ങൾ ഇത് നോട്ട് ബുക്കിൽ വരച്ച് വൃത്തിയായിട്ട് ഹെഡിങ് എഴുതുക. ഒബ്സർവിങ് അൻ ഓണിയൻ സെൽസ് ഓഫ് അൻ ഓണിയൻ പീൽ ത്രൂ എ മൈക്രോസ്കോപ്പ് എന്ന് എഴുതിയിട്ട് ചിത്രം വരയ്ക്കുക. ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഓണിയൻ പീലിലുള്ളത് കണ്ടു. ഇനി ഇൻ യുവർ പ്രീവിയസ് ഇയർ നിങ്ങൾ 5ാം ക്ലാസ്സിൽ എന്ത് കണ്ടിട്ടുണ്ട്? യു ഹാവ് സീൻ ഗോഡ് സെൽസ് അല്ലെങ്കിൽ സ്റ്റൊമാറ്റോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, മൈക്രോസ്കോപ്പിലൂടെ ഒരു സ്റ്റൊമാറ്റോനെ നമ്മളെ സ്കൂളിലുള്ള ആ വയലറ്റ് നിറത്തിലുള്ള ചെടീൻ്റെ ഇലയിൽ നിന്നെടുത്ത സ്റ്റൊമാറ്റോയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നതാണ്. അപ്പോൾ സ്റ്റൊമാറ്റോ ഇതാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു പയർ വിത്തിൻ്റെ ആകൃതിയിലുള്ള സെല്ലാണ് എന്ത്? സ്റ്റൊമാറ്റോ. ഈ സ്റ്റൊമാറ്റോ അല്ലെങ്കിൽ ഗോഡ് സെൽസിന് ചുറ്റും വേറെ കോശങ്ങളും കാണുന്നുണ്ട് ഇല്ലേ? ഈസ് ദ ഷേപ്പ് ഓഫ് ദിസ് ഗോഡ് സെൽസ് ആൻഡ് ദ സെൽസ് സറൗണ്ടിങ് ദാറ്റ് ഗോഡ് സെൽസ് ആൻഡ് ദ സെൽസ് ഓഫ് ഒണിയൻ പീൽസ്. ഇതെല്ലാം ഒരേ ആകൃതിയിലുള്ളതാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അടുത്ത പ്രവർത്തനമായിട്ട് നിങ്ങൾ അത് എഴുതിയെടുക്കണം. എന്താണ്? ആർ ദ ഗോഡ് സെൽസ് ദ അതർ സെൽസ് ഇൻ ദ ലീവ്സ് ആൻഡ് ദ സെൽസ് ഓഫ് ദ ഒണിയൻ പീൽ സെയിം ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് there is a picture comparing picture of an animal cell and a plant cell is given in your textbook page number 13. പേജ് നമ്പർ 13 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ചിത്രം. ആനിമൽ സെല്ലിനെയും പ്ലാന്റ് സെല്ലിനെയും എന്ത് ചെയ്യാണ്? അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യണം.
അപ്പോൾ നമുക്ക് നോക്കുക. You have studied that in an animal cell, the outer covering of the cell is known as എന്തായിരുന്നു? സെൽ മെംബ്രെയിൻ അല്ലേ? ആ സെൽ മെംബ്രെയിൻ കണ്ടോ? അപ്പോൾ നമ്മൾ അനിമൽ സെല്ലിന് സെൽ മെംബ്രെയിൻ ഉണ്ട്, പ്ലാന്റ് സെല്ലിന് സെൽ മെംബ്രെയിൻ ഉണ്ടാവും, ഉണ്ട് ഇല്ലേ? പ്ലാന്റ് സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ നോക്കുമ്പോൾ അത് ഏറ്റവും പുറത്തുള്ള ആവരണമാണോ? നോ, ഇറ്റ് ഈസ് നോട്ട് ദ ഔട്ടർ കവറിങ് ഓഫ് ദ പ്ലാന്റ് സെൽ അല്ലേ? ഔട്ടർ കവറിങ് അല്ല, അതിൻ്റെ ഉള്ളിലെ ഭാഗമാണ് എന്ത്? പ്ലാന്റ് സെല്ലിലുള്ള നമ്മൾ എന്ത് പറയുന്നത്? സെൽ മെംബ്രെയിൻ. ആൻഡ് ദെൻ ദ സെക്കൻഡ് പാർട്ട് എന്താണ്? ന്യൂക്ലിയസ് നോക്കാം നമുക്ക്. Whether there is nucleus in both these cells? Yes, there is a nucleus in an animal cell that we have seen in the last class. Also a plant cell has എന്താണ്? പ്ലാന്റ് സെല്ലിനും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് ഇല്ലേ? അപ്പൊ രണ്ടിനും ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ then what is about cytoplasm? Both these animal and plant cells have cytoplasm അല്ലേ? The jelly like fluid filled in between the cell membrane and the nucleus. അതിൻ്റെ ഇടയിലൊക്കെ ഫില്ല് ചെയ്ത ജെല്ലി ആയിരുന്നത് സൈറ്റോപ്ലാസം. സോ സൈറ്റോപ്ലാസം ഈസ് പ്രസന്റ് ബോത്ത് ഓഫ് ദിസ് സെൽസ് അല്ലേ? പിന്നെ നമ്മൾ അടുത്തൊരു ഭാഗം എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. കണ്ടോ? ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അതിന് ഹരിതകം എന്ന് പറയും മലയാളത്തിൽ. നമ്മൾ ആനിമൽ സെല്ലിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു സ്മോൾ വാക്യൂൾസ് കണ്ടു ഇല്ലേ? വൈറ്റ് നിറത്തിൽ. അതുപോലെ നമ്മുടെ പ്ലാന്റ് സെല്ലിൽ ഗ്രീൻ കളറിൽ ഒരു ചെറിയ വട്ടങ്ങൾ കാണാനില്ലേ? ദാറ്റ് ഈസ് കോൾഡ് ക്ലോറോപ്ലാസ്റ്റ്. എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകം. ആൻഡ് ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രീൻ കളർ ഓഫ് പ്ലാന്റ്സ്. നമ്മളുടെ സസ്യങ്ങളുടെ പച്ച നിറത്തിന് കാരണം എന്താണ്? ഈ ഹരിതകങ്ങൾ അല്ലെങ്കിൽ ഈ ക്ലോറോപ്ലാസ്റ്റ്. ഇപ്പോൾ ആനിമൽ ബോഡിക്ക് പച്ച കളർ ഉണ്ടോ? നമ്മുടെ ശരീരത്തിന് പച്ച കളർ ഉണ്ടോ? ഇല്ല. ദർ ഇസ് നോ നീഡ് ഓഫ് ഗ്രീൻ പിഗ്മെന്റ് ഇൻ അവർ ബോഡി അല്ലേ? അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ദർ ഇസ് നോ നീഡ് ഓഫ് ഗ്രീൻ പിഗ്മെന്റ്സ് ഇൻ അവർ ബോഡി. സോ ഇൻ ആനിമൽ സെൽസ് ദർ ഇസ് നോ ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ്, ബട്ട് ഇൻ പ്ലാന്റ് സെൽ ദർ ഇസ് ക്ലോറോപ്ലാസ്റ്റ് ഇല്ലേ? അപ്പോൾ ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് എന്ത്? ഇൻ ആനിമൽ സെൽ ദർ ഇസ് നോ ക്ലോറോപ്ലാസ്റ്റ്, ബട്ട് ഇൻ പ്ലാന്റ് സെൽ ദർ ഇസ് ക്ലോറോപ്ലാസ്റ്റ് ഇസ് പ്രസന്റ്. ഇനി നോക്കുക, വാക്യൂളിന്റെ കാര്യം നോക്കുക. ഇൻ ആനിമൽ സെൽ ദർ ഇസ് സ്മോൾ വൈറ്റ് പാർട്ട് കോൾഡ് വാക്യൂൾസ് അല്ലെങ്കിൽ എയർ ഫിൽഡ് സാക്സ് ഇല്ലേ? ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ് സെൽ ഇറ്റ് ഈസ് വെരി ബിഗ് ഇൻ സൈസ് അല്ലേ? അനിമൽ സെല്ലിന്റെ വാക്യൂളിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാന്റ് സെല്ലിന്റെ വാക്യൂൾ എങ്ങനെയുണ്ട്? ഇറ്റ് ഈസ് വെരി ബിഗ് അല്ലേ? ഭയങ്കര വലിപ്പത്തിലുള്ള വാക്യൂൾസ് കാണാണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഒരു ഡിഫറൻസ് എന്താണ് അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിൽ? ബോത്ത് അനിമൽ ആൻഡ് പ്ലാന്റ് സെൽസ് ഹാവ് വാക്യൂൾസ്, but the size of vacuole is very small in an animal cell, but it is very big in an plant cell അല്ലേ? ഇനി നോക്കുക, ഇനി വേറൊരു ഡിഫറൻസ് പറയണത് എന്താണ്? അപ്പം നോക്കുക, നമ്മൾ സെൽ മെംബ്രെയിൻ രണ്ടിനുണ്ട് എന്ന് പറഞ്ഞു. ഇനി നോക്കുക, നമ്മൾ അനിമൽ സെല്ലിന് ഇല്ലാത്തൊരു സാധനം പ്ലാന്റ് സെല്ലിന് കാണുന്നുണ്ട്. അതെന്താണ്? സെൽ വോൾ, കോശഭിത്തി എന്ന് പറയും. സെൽ വോൾ. സെൽ വോൾ ഈസ് പ്രസന്റ് around the cell membrane of a plant cell, but it is not present in an animal cell. Animal cell il cell wall illa, but at the same time there is cell wall is present in a plant cell. അപ്പോൾ animal cell ഉം plant cell തമ്മിലുള്ള വേറൊരു വ്യത്യാസം എന്താണ്? ഒന്നിന് plant cellന് cell wall ഉണ്ട്, animal cellന് cell wall ഇല്ല. അപ്പോൾ what are the difference between a plant cell and animal cell? In a plant cell it has a cell wall, chloroplast is present and large vacuole is present അല്ലേ? ഇനി ടെക്സ്റ്റിൽ കൊടുത്ത ഒരു പ്രവർത്തനം നോക്കാം നമുക്ക്. ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. എന്താണ് പ്രവർത്തനം? പേജ് നമ്പർ 14 ഒരു ടേബിൾ ഈസ് ഗിവൺ ദ ആൻഡ് യു ഹാവ് ടു ഫിൽ ദാറ്റ് ടേബിൾ. ഫസ്റ്റ് കോളം ഈസ് പാർട്ട് ഓഫ് സെൽ, ന്യൂക്ലിയസ് ആൻഡ് സെൽ വാൾ ഈസ് ഗിവൺ ദ. യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ അതർ പാർട്സ് ഓഫ് എ സെൽ ആൻഡ് ആനിമൽ സെൽ, പ്ലാന്റ് സെൽ എന്ന് രണ്ട് കോളങ്ങളുണ്ട്. അപ്പോൾ ആനിമൽ സെല്ലിന് ഏതെല്ലാം പാർട്ടുണ്ടോ അതിൽ ടിക്ക് ഇടുക, പിന്നെ പ്ലാന്റ് സെല്ലിന് ഏതെല്ലാം പാർട്ടുണ്ടോ അവിടെയും ടിക്ക് ഇടുക. അപ്പോൾ അതാണ് നമ്മുടെ പ്രവർത്തനം. ഓക്കെ, അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു അനിമൽ സെല്ലിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനിമൽ സെല്ലിൻ്റെ 3D ആനിമേഷൻ കണ്ടു. നമുക്കൊരു പ്ലാന്റ് സെല്ലിൻ്റെ 3D ആനിമേഷൻ കണ്ടാലോ? നൗ യു ആർ ക്ലോസ്ലി ഒബ്സർവിങ് സെൽസ് ഇൻ എ പ്ലാന്റ് ലീഫ്. കണ്ടോ? അതിലുള്ള കോശങ്ങളെ അടുത്ത് കാണാൻ പോവാണ് കേട്ടോ. ഒരു സ്ക്വയറിൽ കൊടുത്തിട്ടുള്ള ഭാഗങ്ങളെ വലുതാക്കാണ് കണ്ടോ കോശങ്ങൾ. അപ്പോൾ ഈ കോശത്തിൽ നിങ്ങൾക്ക് ലാർജ് വാക്യൂൾസ് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? ഇനി ദിസ് ഇസ് ദ ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ഇൻസൈഡ് ദ ലീഫ്. ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്.
അതായത് ദ ഗ്രീൻ പിഗ്മെൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രീൻ കളർ ഓഫ് പ്ലാന്റ്സ്. കണ്ടോ, ഈ പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ ഇല്ലേ. ഇപ്പോൾ ഇതിൽ കാണാണ്ടല്ലോ. ഇനി സെൽ വാൾ നോക്കുക. കണ്ടോ, പുറത്ത് സെൽ വാൾ, ഉള്ളിലാണ് സെൽ മെംബ്രെയിൻ. കാണാൻ പറ്റുന്നില്ലേ? സെൽ വാൾ ഇസ് ദ കവറിങ് സെൽ മെംബ്രെയിൻ്റെയും പുറത്താണ്. ഇനി നമുക്ക് നോക്കാം. യു ക്യാൻ സീ ദ സ്റ്റൊമാറ്റ ആൻഡ് ഗോഡ് സെൽസ്. കണ്ടോ, അടുത്തടുത്ത് വരുന്നുണ്ടോ? ഗോഡ് സെൽസിനെ കാണുന്നില്ലേ? ഇതാണ് ഗോഡ് സെൽസ്. നൗ വി ആർ പാസിങ് ത്രൂ ദിസ് ഗോഡ് സെൽ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. കോശത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ നൗ യു ക്യാൻ ഒബ്സർവ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ആനിമൽ സെൽ ഇൻസൈഡ് ദിസ്. നമ്മൾ പറഞ്ഞില്ലേ ആനിമൽ സെൽസിൽ പ്ലാന്റ് സെല്ലിലുള്ള ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ നിങ്ങൾ പഠിക്കാത്ത ദർ ഇസ് എ ലോട്ട് ഓഫ് അനദർ ഓർഗനൽസ് ദാറ്റ് യു ഡോണ്ട് സ്റ്റഡി. അതായത് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരുപാട് ഓർഗനൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതാണ്. ന്യൂക്ലിയസ് ഒക്കെ കാണാണ്ടല്ലോ. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടി ഇതിൻ്റെ ഒരു 3D ആനിമേഷൻ കാണാനുള്ള ഒരു ഇതിന് കാണിച്ചതാണെന്ന് മാത്രം. ഇനി ഇപ്പോൾ ഏകദേശം നമ്മളെ ചാപ്റ്റർ തീർന്നു. ഇനി ഒരു ചെറിയ പാട്ട് നമുക്കൊരു സ്റ്റെമ്മിൻ്റെ ഡിസെക്ഷൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂവും കൂടി കാണാനുണ്ട്. അതും കൂടി ആയാൽ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. വിത്ത് ദിസ് ക്ലാസ് അവർ ചാപ്റ്റർ ഈസ് ലാസ്റ്റ്. അത് തീർന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് ഇതിലുള്ള ഒരു പിന്നെ കണ്ടിന്യൂ ആക്ടിവിറ്റി എന്ന് പറയുന്നത് യു ഹാവ് ടു പ്രിപ്പയർ ദ മോഡൽ ഓഫ് ആൻ ആനിമൽ സെൽ. ആനിമൽ സെല്ലിൻ്റെ മോഡൽ നിങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രമേളക്കൊക്കെ പ്രദർശിപ്പിക്കുന്നതാണ് ആനിമൽ സെൽ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാനൊരു കണ്ടിന്യൂ ആക്ടിവിറ്റി ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഉണ്ടാക്കില്ല അതുപോലെ ഒരു ആനിമൽ സെല്ല് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നമ്മളെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ പരാതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. ഓക്കെ. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമൻറ്റ്സ് അബൌട്ട് മൈ ക്ലാസ്, അത് നല്ലതും ആവട്ടെ ചീത്ത ആവട്ടെ രണ്ടും, എന്നെങ്കിൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ലെറ്റ്സ് ഒബ്സർവ് ദ ഡിസെക്ഷൻ ഓഫ് എ പ്ലാന്റ് സ്റ്റെം. അപ്പോൾ നമ്മളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാന്റിൻ്റെ ഡിസെക്ഷൻ എങ്ങനെ കാണാമെന്നുള്ള കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? Take a cross section of a tender stem of a plant using a sharp blade. It should be thin and complete. Place the section on a slide and observe it through a microscope. അപ്പോൾ നമ്മുടെ മഷിത്തണ്ട് അല്ലെങ്കിൽ വെള്ളത്തണ്ടൊക്കെ ഇല്ലേ, അതുപോലെ അതായത് ബലം കുറഞ്ഞ ഏതെങ്കിലും ഒരു ചെടിയുടെ തണ്ടെടുത്തിട്ട് അതിൻ്റെ ഒരു നൈസായിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അത് ഒരു വാച്ച് ഗ്ലാസ്സിലുള്ള വെള്ളത്തിലിടുക, സ്റ്റെയിൻ ചെയ്യുക, സ്ലൈഡിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുക. അപ്പം നമ്മൾ കാണുന്ന ഒരു വ്യൂ ആണിത്. കണ്ടോ? ശരിക്കും നമ്മളൊരു ഓണത്തിന് ഒരു പൂക്കളൊക്കെ ഇടുന്ന പോലെ തോന്നുന്നത് കണ്ടാൽ. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ബ്ലൂ കളർ സ്റ്റെയിനാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ കളറിൽ കാണുന്നത്. ഇഫ് വി യൂസ് എ റെഡ് സ്റ്റെയിൻ ലൈക്ക് സഫ്രാനിൻ യു ക്യാൻ സീ ദിസ് സെൽസ് ഇൻ റെഡ് കളർ. ഇപ്പോൾ റെഡ് കളറിലാണ് നമ്മൾ കാണുക. അപ്പോൾ ഇതിൽ നോക്കുക, സൈഡിൽ കണ്ടോ സാരീൻ്റെ ബോർഡർ പോലെ ഒരു ബോർഡർ കാണുന്നില്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് സെല്ലിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നത് സ്റ്റെം ഡിസെക്ഷനിൽ. സെൻട്രലിലൊക്കെ ഒരുപോലെയുള്ള കോശങ്ങൾ പുറം ഭാഗത്തേക്ക് വരുന്തോറും വട്ടത്തിൽ എന്താവും? കോശങ്ങളുടെ ആകൃതിയും വലിപ്പമൊക്കെ മാറി വരും. അതെല്ലാം വേറെ കോശങ്ങളാണ്. അതിൻ്റെയൊക്കെ ഫങ്ഷൻസും വേറെയാണ്. ഇനി ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇതിപ്പോൾ പുറം വക്കാണ് കണ്ടോ ഒരു ബോർഡർ. ഇനി ഇത് ഉള്ളിലേക്ക് പോകുന്തോറും നമ്മൾ ലെയറായിട്ട് എന്ത് കാണാൻ പറ്റും? ഓരോരോ കോശങ്ങളുടെ ഓരോ കൂട്ടങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ ഈ ചെടിക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ലെയറുകളിലും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ കാണാമല്ലേ? അപ്പോൾ ഇതാണ് ശരിക്കും സ്റ്റെം ഡിസെക്ഷൻ. ഇനി ഇപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് തീർന്നു. ആൻഡ് ഇൻ ദിസ് ചാപ്റ്റർ യു ഹാവ് ലേൺഡ് അബൌട്ട് എന്താണ് ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? സെൽ ഇസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെല്ലാണ്. ആൻഡ് you have seen there is multicellular and unicellular organisms present in our nature, and you can identify the organisms based on their size. പിന്നെന്താണ്? You have seen അല്ലെങ്കിൽ now you are able to illustrate an animal and a plant cell with the part of that cells, and you can identify different parts of the cells. And also എന്ത് പഠിച്ചു നമ്മൾ? എങ്ങനെയാണ് ഹൗ വി ക്യാൻ ഒബ്സർവ് അല്ലെങ്കിൽ ഹൗ വി ക്യാൻ പ്രിപ്പയർ എ സ്ലൈഡ് ഫോർ ഒബ്സർവിങ് ത്രൂ എ മൈക്രോസ്കോപ്പ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? ഇപ്പോൾ ഇനി നിങ്ങൾ ആ ഒരു
കണ്ടിന്യൂയിങ് ആക്ടിവിറ്റിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നു. സോ നൗ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് അവർ ടുഡേയ്സ് ക്ലാസ് ഹിയർ. ഓക്കെ, ബൈ.